ഓപ്പോയുടെ ഓപ്പോ ഫൈൻ 10 ഫ്ലിപ്പ് എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 95,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ ഫൈൻ 10 ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ വലിയൊരു ഡിസ്പ്ലേയും പുറത്ത് ചെറിയൊരു ഡിസ്പ്ലേയും. ഉള്ളിൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. LTPO എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഡിസ്പ്ലേയുടെ ഇടയിൽ ഫോൾഡ് ചെയ്യുമ്പം അധികം ഗ്യാപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇത് 10-bit ഡിസ്പ്ലേ ആണ്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ ഈ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 നിറ്റ്സ് ആണ്. ഈ ഒരു ഡിസ്പ്ലേയുടെ ഫ്രണ്ടിൽ സ്കോട്ട് UTG ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുറത്ത് 3.26 ഇഞ്ചിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 382x720 ആണ്. പിന്നെ പഴയ ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പം ഡിസ്പ്ലേ സൈസ് കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട് ഈ ഒരു ചെറിയ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 900 നിറ്റ്സ് ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ കോമ്പറ്റീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പുറത്തുള്ള ഡിസ്പ്ലേയുടെ സൈസും കാര്യങ്ങളൊക്കെ ബാക്കി ഫോണുകളിലൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പോയുടെ ഈ ഒരു ഫോൾഡബിൾ ഫോണിലും ഈ ഒരു പുറത്തുള്ള ഡിസ്പ്ലേയുടെ സൈസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ ഒത്തുവരുന്ന ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഫോണിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 198 ഗ്രാമാണ്. തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് 7.79 mm ആണ്. ക്ലോസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തിക്നെസ് വരുന്നത് 16.45 mm ആണ്. ഈ ഒരു ഫോണിൻ്റെ ക്രീം ഗോൾഡ് അതുപോലെ തന്നെ സ്ലീക്ക് ബ്ലാക്ക് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 9200 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയാടെക്കിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പം മികച്ച പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. പിന്നെ കോമ്പറ്റീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് Z Flip 5 എന്ന ഫോൾഡബിൾ ഫോണാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്നത്. അതും ഫോൾഡബിൾ ഫോണാണ്. അതിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 2 എന്ന പ്രോസസ്സറൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിലും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സറിൻ്റെ ഏകദേശം അടുത്ത് വരുന്ന ഒരു പ്രോസസ്സറൊക്കെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സർ. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 15ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 12 GB റാം വരുന്നുണ്ട്. 256 GB ഇൻറ്റേർണലും കൊടുത്തിട്ടുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള കളർവോയ്സ് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 4 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നല്ലൊരു കാര്യം തന്നെയാണ്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX 890യുടെ സെൻസറാണ്. ഇതിൽ OS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് 48 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇത് സോണി IMX 581ൻ്റെ സെൻസറാണ്. മൂന്നാമത് 32 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സോണി IMX 709ൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടുണ്ട്. പൊതുവേ ഇതുപോലുള്ള ക്ലാംഷെൽ ഫോൾഡബിൾ ഫോൺസിൽ ടെലിഫോട്ടോ ലെൻസ് ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഫോണിൽ ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള കോമ്പറ്റീഷനിൽ വരുന്ന സാംസങ് Z Flip 5ലൊന്നും ടെലിഫോട്ടോ ലെൻസ് ഇല്ല. പക്ഷേ ഇവിടെ അത് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. ഇത് സോണി IMX 709ൻ്റെ സെൻസറാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ അത്യാവശ്യം നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ് ഓൺ പേപ്പർ. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4300 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സാംസങ് Z Flip 5 എന്ന ഫോൾഡബിൾ ഫോണിൽ 3700 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പം അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇല്ല. Z Flip 5ൽ വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 94,999 രൂപയാണ്. ഒക്ടോബർ 22 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 12,000 രൂപയുടെ വരെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8,000 രൂപയുടെ എക്സ്ട്രാ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 95,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ ഫൈൻ 10 ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്, പിന്നെ നല്ലൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, തരക്കേടില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. അപ്പം ബാക്കി ഫ്ലിപ്പ് ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 4300 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫ്ലിപ്പ് ഫോൺ എന്ന ഫീച്ചറിൻ്റെ കൂടെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ് ഉള്ള, അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാവുന്നതാണ്. അല്ല, നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണാണ് വേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയർലെസ് ചാർജിംഗ് എന്നുള്ള ഫീച്ചർ വേണം, പിന്നെ സാംസങ്ങിൻ്റെ തന്നെ ഫോൺ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാംസങ് Z Flip 5 എന്ന ഫോൺ നോക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓപ്പോ ഫൈൻ 10 ഫ്ലിപ്പ് എന്ന ഫോൺ അത്യാവശ്യം നല്ലൊരു ഫോണായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഫോൺ. കൂടെ സാംസങ് Z Flip 5 എന്ന ഫോൾഡബിൾ ഫോണും വരുന്നുണ്ട്. എന്തായാലും ഓപ്പോ ഫൈൻ 10 ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.